സായാഞ്ജലി ഭാഗം 15. കുറച്ചു നേരം കഴിഞ്ഞതും മുരളിയെയും കൂട്ടി സായ് വീട്ടിലെത്തി. അമ്മേ, സുമേ എന്ന് വിളിച്ചുകൊണ്ട് മുരളി സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെന്നു. ആ, നീ എത്തിയോ? അച്ചമ്മ ചോദിച്ചു. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിക്ക് നമ്മുടെ സായിയോട് നോ പറയാൻ കഴിയില്ല എന്ന്. ഏട്ടാ, നമുക്ക് ആ കുട്ടിയുടെ വീട്ടിലേക്കൊന്ന് പോവണ്ടേ? സുമലത ചോദിച്ചു. പിന്നെ ചടങ്ങായി തന്നെ പോകണം. നീ അതിലുള്ള ഒരുക്കങ്ങളെല്ലാം വേഗം ചെയ്തോളൂ. പക്ഷേ അഞ്ജലിയുടെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല അച്ഛാ. ആ പൂ മാർക്കറ്റിൻ്റെ അടുത്ത് എവിടെയോ ആണെന്ന് മാത്രമേ അറിയൂ, സായ് പറഞ്ഞു. അതിനെന്താ മോനെ, അത്രയും അറിയാലോ. പിന്നെ വീട് കണ്ടുപിടിക്കാനാണോ പ്രയാസം? നമുക്ക് ആരോടെങ്കിലും ചോദിക്കാലോ, മുരളി പറഞ്ഞു. സുമലതയും മഹിമയും അച്ചമ്മയുടെ നിർദ്ദേശമനുസരിച്ച് അഞ്ജലിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി മധുര പലഹാരങ്ങളും ഫ്രൂട്ട്സുകളും എല്ലാം ഒരുക്കി വെച്ചു. ഏട്ടന് ഈ വേഷം തന്നെ മതിട്ടോ, മുണ്ടും ഷർട്ടും. നാടൻ ലുക്കിൽ ഏട്ടൻ പൊളിയല്ലേ, മഹിമ പറഞ്ഞു. ഓക്കെ, ഇത് മതിയല്ലേ? കുറച്ച് കഴിഞ്ഞതും അവർ എല്ലാവരും അഞ്ജലിയുടെ വീട്ടിൽ പോകാനായി ഒരുങ്ങിയിറങ്ങി. അഞ്ജലിക്ക് അറിയുമോ മോനെ നമ്മൾ വരുന്ന വിവരം? മുരളി ചോദിച്ചു. ഇല്ല അച്ഛാ, ഇത് പെട്ടെന്ന് അമ്മയും അച്ഛമ്മയും കൂടി എടുത്ത തീരുമാനമല്ലേ. അല്പസമയത്തിനുള്ളിൽ അവർ പൂമാർക്കറ്റിലെത്തി. സായ് വണ്ടി നിർത്തി. അച്ഛാ, ആ കാണുന്നതാണ് അഞ്ജലിയുടെ പൂക്കട. വീട്ടുകാർക്ക് സായ് അഞ്ജലിയുടെ കട കാണിച്ചു കൊടുത്തു. ബ്ലൂമിംഗ് ബ്ലോസം. അടിപൊളി പേരല്ലേ കടയുടെ, മഹിമ പറഞ്ഞു. മോനെ, ആ കടയുടെ ബോർഡിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് അതിലൊന്ന് വിളിച്ചാലോ, മുരളി ചോദിച്ചു. ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കു മോനെ. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതല്ലേ, പറഞ്ഞിട്ട് പോകാം, അച്ചമ്മ പറഞ്ഞത് കേട്ട് മുരളി ആ നമ്പറിൽ വിളിച്ചു. 2-3 തവണ വിളിച്ചിട്ടും ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. നമുക്ക് ഇവിടെ ആരോടെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞ് മുരളി അവിടെ ഒരു കടയിൽ പോയി അഞ്ജലിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ തന്നെ അവർ അഞ്ജലിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീടിൻ്റെ മുന്നിലേക്ക് ഒരു വില കൂടിയ കാർ വന്ന് നിർത്തുന്നത് കണ്ട് സിറ്റൗട്ടിൽ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജലിയുടെ അച്ഛൻ ഭാസ്കർ, മോൾ പറഞ്ഞ സായിയുടെ വീട്ടുകാർ ആയിരിക്കുമോ? സംശയത്തോടെ ഭാസ്കർ അവരെ നോക്കി. സായ് വണ്ടി നിർത്തി അവർ പുറത്തേക്കിറങ്ങി. തൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോൾ വേഗം വീട്ടിനകത്തേക്ക് ചെന്ന്, മോളെ അഞ്ജലി, അമ്മയെ വിളിക്ക് എന്ന് പറഞ്ഞ് വേഗം ഒരു ഷർട്ട് എടുത്തിട്ട് ഭാസ്കർ പുറത്തേക്ക് വന്നു നിന്നു. ഹലോ, അഞ്ജലിയുടെ അച്ഛനാണോ? മുരളി ചോദിച്ചു. അതെ, ഞാൻ മുരളി, സായ് ഗ്രൂപ്പ്സിൻ്റെ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ്, ആ മനസ്സിലായി, അകത്തേക്ക് വരൂ. അച്ഛൻ അവരെ ആദ്യത്തെ മര്യാദയോടെ അകത്തേക്ക് ക്ഷണിച്ചു. ആരാണ് വന്നതെന്നറിയാൻ അടുക്കളയിൽ നിന്നും അഞ്ജലി എത്തി നോക്കി. സായിയെ കണ്ടതും, ഷോ, ഇവൻ ഇപ്പോൾ തന്നെ വീട്ടുകാരെയും കൂട്ടി വന്നോ എന്ന് പിറുപിറുത്തുകൊണ്ട് അഞ്ജലി അമ്മയോട് അവർ വന്ന വിവരം പറഞ്ഞു. അഞ്ജലിയുടെ അച്ഛൻ്റെ പേരെന്താണ്? മുരളി ചോദിച്ചു. ഞാൻ ഭാസ്കർ, ഇവിടെ സഹകരണ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും അവിടേക്ക് അഞ്ജലിയുടെ അമ്മ മാധവി എത്തി. എല്ലാവരോടും മാധവി നമസ്കാരം പറഞ്ഞു. സുമലത എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അഞ്ജലി നിങ്ങളോട് സായിയെപ്പറ്റി വല്ലതും പറഞ്ഞിരുന്നോ? സുമലത ചോദിച്ചു. തൻ്റെ മകൾക്ക് വന്ന ഭാഗ്യമോർത്ത് സന്തോഷമുണ്ടെങ്കിലും വലിയൊരു ബന്ധം തൻ്റെ മകൾക്ക് ചേരുമോ എന്ന ഭീതിയും ഒരുപോലെ മാധവിയുടെ മനസ്സിൽ തോന്നി. എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് അവൾ ഇന്ന് അമ്പലത്തിലേക്ക് വന്നത് തന്നെ, ഭാസ്കർ പറഞ്ഞു. അപ്പോൾ ഇനി വളച്ചുകെട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഞങ്ങളുടെ മകൻ സായിക്ക് ഇവിടുത്തെ അഞ്ജലിയെ ഇഷ്ടമാണ്. അവൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അഞ്ജലിക്കും അവനെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുരളി അഞ്ജലിയുടെ അച്ഛനോടും അമ്മയോടും കൂടി ചോദിച്ചു. അഞ്ജലിക്ക് എന്താണ് ഇഷ്ടം അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അവൾ വളരെ ആലോചിച്ചേ ഒരു തീരുമാനമെടുക്കൂ. അത് ഇതുവരെ ശരിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ എടുത്ത ഈ തീരുമാനവും ശരിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഭാസ്കർ പറഞ്ഞു. എന്താണ് അഞ്ജലിയുടെ അമ്മ ഒന്നും പറയാത്തത്? സുമലത ചോദിച്ചു. ഒന്നുമില്ല. അഞ്ജലിയുടെ അമ്മയ്ക്ക് എന്തോ ടെൻഷനുള്ള പോലെ ഉണ്ടല്ലോ, സുമലത ചോദിച്ചു. അവൾക്കൊരു പേടി. ഇത്രയും വലിയ ബന്ധത്തിലൊക്കെ മകളെ കെട്ടിക്കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു അമ്മയുടെ ആവലാതി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പല വാർത്തകൾ കേൾക്കുന്നതല്ലേ, ഭാസ്കർ ഒരല്പം മടിയോടെ പറഞ്ഞു. അയ്യോ, അങ്ങനെ യാതൊരു ഭയവും വേണ്ട. ഞങ്ങൾക്ക് അഞ്ജലിയെ മാത്രം മതി.
സമ്പത്തോ മുതലോ ഒന്നും നോക്കിയല്ല സായി അവളെ സ്നേഹിച്ചത്. നിങ്ങളുടെ നിറഞ്ഞ മനസ്സോടെയും അനുഗ്രഹത്തോടെയും നിങ്ങളുടെ മകളെ ഞങ്ങളുടെ മകൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. അത് മാത്രം മതി ഞങ്ങൾക്ക്. സമ്പത്തിനേക്കാളും സ്നേഹത്തിന് വില കൽപ്പിക്കുന്നവരാണ് ഞങ്ങൾ, മുരളി പറഞ്ഞു. എൻ്റെ മകൾ മഹി എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഞങ്ങൾക്ക് അഞ്ജലിയും. സായിക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കുട്ടിയാണെങ്കിലും അവൾ ഞങ്ങൾക്ക് രാജകുമാരിയാണ്. പിന്നെ എൻ്റെ മകൻ സായ്, അവനൊരു പാവമാണ്. അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിഷമവും പേടിയും വേണ്ട. അഞ്ജലി ഞങ്ങൾക്ക് മരുമകളല്ല, മകളായിരിക്കും എന്ന് പറഞ്ഞ് സുമലത അഞ്ജലിയുടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. എനിക്കും ഒരു മകളുണ്ട്. ഒരമ്മയുടെ വിഷമവും ഭയവും എനിക്കും മനസ്സിലാകും, സുമലത പറഞ്ഞു. മക്കളെ, സമ്പത്തല്ല സ്നേഹത്തിൻ്റെ അളവുകോൽ. സ്നേഹിക്കാൻ നല്ല മനസ്സാണ് ആവശ്യം. സ്നേഹം മനസ്സിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്, സമ്പത്തിൽ നിന്നല്ല. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ എല്ലാവരും ഒരുപോലെയല്ലേ. നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട, അച്ചമ്മ പറഞ്ഞു. സുമലതയുടെയും അച്ചമ്മയുടെയും വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് സന്തോഷവും സമാധാനവുമായി. സന്തോഷം കൊണ്ട് മാധവിയുടെ കണ്ണുകൾ നിറഞ്ഞു. സായിയുടെ കുടുംബത്തിൻ്റെ പെരുമാറ്റത്തിൽ മാധവിയുടെ മനസ്സിലെ വിഷമവും ഭയവും എല്ലാം മാറി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്, മാധവി കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു. എനിക്ക് നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ഭയവും തോന്നിയിരുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ഫീച്ചേഴ്സൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നന്മയുള്ള മനസ്സുകൾക്ക് ഉടമയാണ് നിങ്ങൾ എന്ന് ഒരുപാട് കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഞ്ജലി സായിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എതിര് പറയാതെ അവളോട് നിന്റെ ഇഷ്ടമെന്തോ അത് തീരുമാനിച്ചോളൂ എന്ന് ധൈര്യത്തോടെ പറഞ്ഞത്. ഹോ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയല്ലോ അല്ലേ, മുരളി പറഞ്ഞു. പിന്നെ അല്ലാതെ, ഞങ്ങളുടെ മകൾക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു കുടുംബത്തെ കിട്ടുന്നതിൽ പരം വലിയൊരു സൗഭാഗ്യം വേറെ ഉണ്ടോ? എൻ്റെ മകളെടുത്ത തീരുമാനത്തിൽ ഞാൻ അഭിമാനിക്കുന്നു, ഭാസ്കർ പറഞ്ഞു. അഞ്ജലി ചേച്ചി എവിടെ? ക്ഷമ നശിച്ച് മഹിമ അവരോട് ചോദിച്ചു. അതെ, മോളെ വിളിക്കൂ, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, അച്ചമ്മയും സുമലതയും പറഞ്ഞു. ഞാൻ ഇപ്പോൾ വിളിക്കാം, നിങ്ങളിരിക്കൂ, മാധവി അവരോട് പറഞ്ഞതിന് ശേഷം ആവേശത്തോടെ അടുക്കളയിലേക്ക് പോയി. മോളെ അഞ്ജലി, നിന്നെ അവർ വിളിക്കുന്നു. എന്താ നമ്മൾ അവർക്ക് കൊടുക്കുക? വേഗം കുറച്ച് ചായ വെക്കാലേ, അതോ ജ്യൂസ് മതിയോ? നീ ആ സ്നാക്സൊക്കെ ഒന്ന് പ്ലേറ്റിലെടുത്ത് വെക്കി. മാധവിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇപ്പോൾ അമ്മയുടെ ടെൻഷനൊക്കെ മാറിയോ? എന്തൊക്കെയായിരുന്നു? അഞ്ജലി അമ്മയെ കളിയാക്കി. ആദ്യം അവരെക്കുറിച്ച് നമുക്ക് അധികം ഒന്നും അറിയില്ലല്ലോ. ഇപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ എന്ത് നല്ല മനുഷ്യരാണവർ. ഇത്രയും പണത്തിൻ്റെ മുകളിൽ ജീവിക്കുന്നവരാണെങ്കിലും എന്തൊരു വിനയവും സ്നേഹവുമാണ് പെരുമാറ്റത്തിൽ. അവർ നമ്മളോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. മോളെ, ഇത് നിന്റെ ഭാഗ്യമാണെന്ന് തന്നെയാണ് അമ്മ കരുതുന്നത്. നിനക്ക് വന്ന ഭാഗ്യത്തെ എൻ്റെ ഓരോ സംശയം കാരണം അമ്മ തട്ടിത്തെറിപ്പിക്കില്ല. അവർ നിന്റെ സൗഭാഗ്യമാവട്ടെ, അതേ ഉള്ളൂ അമ്മയുടെ പ്രാർത്ഥന. അമ്മ, ഈ സായി ഗ്രൂപ്പിൻ്റെ മെൻസ് ഗാർമെൻസിലാണ് എൻ്റെ കൂടെ പഠിച്ച വർഷ വർക്ക് ചെയ്യുന്നത്. സായി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വർഷയെ വിളിച്ചു. സായിയെ പറ്റിയും ഫാമിലിയെ പറ്റിയും അവളോട് ചോദിച്ചിരുന്നു. ഇവരെക്കുറിച്ച് അവർക്കൊക്കെ എന്ത് നല്ല അഭിപ്രായമാണെന്നോ. ഇവർ എന്തുമാത്രം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയുമോ? പിന്നെ ഞാൻ ഇവരെക്കുറിച്ചുള്ള ഫീച്ചേഴ്സൊക്കെ വായിച്ചിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഒരു തീരുമാനമെടുത്തത്. പിന്നെ എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നത് എൻ്റെ പഠനം, കരിയർ, അതേക്കുറിച്ചായിരുന്നു. അതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയപ്പോഴാണ് ഞാൻ യെസ് പറഞ്ഞത്. എൻ്റെ അമ്മ ടെൻഷൻ അടിക്കണ്ട. അമ്മൻ കോവിലിലെ ദേവി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മഹിമയും സുമലതയും കൂടി അടുക്കളയിലേക്ക് വരുന്നത് കണ്ട്, അയ്യോ, നിങ്ങൾ അവിടെ പോയി ഇരുന്നോളൂ, അഞ്ജലി അങ്ങോട്ട് വരും, മാധവി വെപ്രാളത്തോടെ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. എവിടെ അഞ്ജലി? സുമലത ചുറ്റിനും നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും സ്റ്റോർ റൂമിൽ നിന്നും മധുര പലഹാരങ്ങളുമായി അഞ്ജലി അവരുടെ മുന്നിലേക്ക് വന്നു. മോളെ അഞ്ജലി, നിന്നെ കാണാൻ അവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, മാധവി പറഞ്ഞു. അഞ്ജലിയെ കണ്ടതും, അഞ്ജലി ചേച്ചി, ആവേശത്തോടെ അഞ്ജലിയുടെ അടുത്ത് ചെന്ന്, ചേച്ചി, ഞാൻ മഹിമ, സായിയേട്ടൻ്റെ സിസ്റ്റർ. സന്തോഷത്തോടെ സുമലതയും അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്ന്, മോളെ അഞ്ജലി, സ്നേഹത്തോടെ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് സുമലത വിളിച്ചു. നമസ്കാരം അമ്മ.
മോൾ അങ്ങോട്ട് ചെല്ല്, അച്ഛനും അച്ചമ്മയും ഒക്കെ മോളെ കാണാൻ കാത്തിരിക്കുകയാണ്, സുമലത പറഞ്ഞു. മോളെ മഹി, ചേച്ചിയെ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ല്. ഇതെല്ലാം ഞാൻ കൊണ്ടുവരാം, സുമലത പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട, നിങ്ങൾ അവിടെ പോയി ഇരുന്നോളൂ, ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നോളാം, മാധവി പറഞ്ഞു. അതൊന്നും സാരമില്ലെന്നേ എന്ന് പറഞ്ഞ് മധുര പലഹാരങ്ങൾ സുമലത വാങ്ങിപ്പിടിച്ചു. ചേച്ചി വാ, അച്ഛനും അച്ചമ്മയെക്കാളും ക്ഷമയില്ലാതെ ചേച്ചിയെ നോക്കിയിരിക്കുന്നത് സായിയേട്ടനായിരിക്കും. മഹിമ കളിയാക്കിക്കൊണ്ട് അഞ്ജലിയെ കൂട്ടി അവരുടെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും സായിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് സായ് ഫോണെടുത്ത് നോക്കി. അനുരാധയായിരുന്നു സായിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മഹിമ അഞ്ജലിയെ കൂട്ടി അവിടേക്ക് വരുന്നത് കണ്ട് സായ് അനുരാധയുടെ കോൾ കട്ട് ചെയ്തു. അനുരാധ വീണ്ടും സായിയുടെ ഫോണിലേക്ക് വിളിച്ചു. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സായിയുടെയും അഞ്ജലിയുടെയും സന്തോഷത്തിനിടയ്ക്ക് അനുരാധ എന്തിനായിരിക്കും വിളിച്ചത്? അവരുടെ സന്തോഷം ഇല്ലാതാവുമോ? അനുരാധ എന്ത് പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? തുടർ ഭാഗത്തിനായി കാത്തിരിക്കുക.